പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഡൽഹിയിൽ. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് യോഗം. അതേസമയം പാചകവാതക പ്രതിസന്ധിയിൽ പാർലമെന്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കടലിടുക്ക് കടക്കാൻ ഇന്ത്യ ഒരു രാജ്യത്തിനും പണം നൽകിയിട്ടില്ല. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല എന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പശ്ചിമേഷ്യൻ സംഘർഷം, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണല്ലോ. യോഗം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. പ്രധാനമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞതല്ലേ? ഇതിനപ്പുറം ഇനിയിപ്പോൾ എന്താണ് സർവകക്ഷി യോഗത്തിൽ വെക്കാനുള്ളത്? പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഒപ്പം പ്രതിരോധ തലത്തിൽ ഒരുക്കിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാരണം പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ രാജ്യത്തിനകത്തും നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എങ്കിൽ പോലും രാജ്യത്തിനകത്തും ഊർജ്ജ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് രാജ്യം ഒരുമിച്ച് മുൻപോട്ട് പോകുന്നതിനാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെയും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തുടങ്ങി മുതിർന്ന കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. വിവിധ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി യോഗത്തിനെത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിക്കണം, സർവകക്ഷി യോഗം വിളിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചത് പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യസഭയിലും അതിന് കഴിഞ്ഞ ദിവസം ലോക്സഭയിലും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നടപടികളും നിലപാടുകളും ാണ്. ഒപ്പം ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ രാജ്യത്തിനകത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ല. ഹോർമൂസ് കടലിടുക്ക് കടന്നുകൊണ്ട് ഭാരതത്തിന്റെ കപ്പലുകൾ തുറമുഖത്തിലേക്ക് എത്തുന്നുണ്ട്. അത് നിലവിലെ ഈ പാചകവാതക വിതരണത്തിനുൾപ്പെടെ പര്യാപ്തമാണ്. യാതൊരു തരത്തിലുള്ള പ്രതിസന്ധി നിലവിൽ രാജ്യത്തിനകത്തില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഹോർമൂസ് കടലെടുത്ത് കടന്നുകൊണ്ട് കപ്പലുകൾ എത്തുന്നതിന് യാതൊരു തരത്തിലുമുള്ള പണമിടപാടുകൾ ഭാരതം നടത്തിയിട്ടില്ല എന്നുള്ളതും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ലോകത്താകെ ഇത്തരത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഊർജ്ജ പ്രതിസന്ധിയും സമ്പദ് ഘടനയിൽ വലിയ പ്രതിസന്ധിയും നേരിടുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികൾ വലിയ രീതിയിൽ ബാധിക്കാതെ രാജ്യം നിലവിൽ മുൻപോട്ട് പോകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ശരി, ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല.